ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് മരണമാ സിനിമയുടെ FTFSന് പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സീറോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ കൂടുതൽ ആഗ്രഹം ആലപ്പുഴ ചിന്താനായിരുന്നു. പക്ഷേ കിട്ടി ഇതാണ്. അപ്പം എനിക്ക് ഇങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം കിട്ടിയല്ലേ, അപ്പം ഇത് കാണാമെന്ന് വിചാരിച്ചു. എന്താ ബേസിൽ ജോസഫ് സിനിമകളൊക്കെ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ടൊവിനോ തോമസ് പ്രൊഡക്ഷനിലൂടെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു ഉണ്ടായിരുന്നെങ്കിലും വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാണ്ടാണ് പോയത്. പടം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രസമുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. അത്യാവശ്യം നല്ല രസമുള്ള വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് വരാനായിട്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ലപോലെ വെയിറ്റ് ചെയ്താലേ ബസ് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ബസ് വന്നിട്ട് ശേഷം പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കസിന്. ആൻഡ് ഞങ്ങൾ എറണാകുളത്തുള്ള പത്മ തിയേറ്ററിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ 2 ഷോ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ജിംഖാനയും പിന്നെ ഒന്ന് മരണമാസമായിരുന്നു. അപ്പോൾ മരണമാസിന് ഞങ്ങൾ കയറി. ഇന്നത്തെ എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ മടിച്ച് വെച്ചിരുന്ന വീഡിയോ ആണ്. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്ലോഡ് ചെയ്യാനല്ല, എഡിറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലാഗായത്. ഇന്നലെ തന്നെ ഇടേണ്ടായിരുന്നു ഇത്, പക്ഷേ എന്നാലും ഞങ്ങൾ കുറച്ച് ലാഗാക്കി. പിന്നെ ഞങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഇൻ്റർവെല്ലായിട്ട് എനിക്ക് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. മരണമാസ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് നമുക്ക് ചിരിക്കാനുള്ളത് നിങ്ങളുടെ ചിരി മാലപ്പടക്കമാണ്. ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ എന്തായാലും തിയേറ്ററിൽ അധികം ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഈ ടൈറ്റിൽ കാർഡ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് അടിപൊളി സിനിമയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സിനിമയും കൂടെയാണ്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും കസിൻസായിട്ടാണെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും പോയി കണ്ടോ. അടിപൊളി പടമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് ഒട്ടും എക്സ്പെക്റ്റേഷൻ വെക്കാണ്ട് ഇത്ര അടിപൊളി സിനിമ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരു ചിരി കഴിയുമ്പോഴേക്കും അടുത്ത് ചിരിക്കാനുള്ള സാധനം ഉണ്ടായിരിക്കും ആ ക്ലിപ്പിൽ, ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് ചിരി നിർത്താൻ ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് പറയുമ്പോൾ നല്ലതുപോലെ ചിരിക്കാനും എല്ലാം ഉണ്ട്. ഈ സിനിമയുടെ ഏകദേശം ഒരു പ്ലോട്ട് പോലെ തന്നെ ട്രെയിലറിനകത്തുണ്ട്. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് ഞാൻ ട്രെയിലർ കണ്ടിട്ടാണ് സിനിമ, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ട്രെയിലർ കണ്ടിട്ട്. പക്ഷേ സിനിമ കണ്ടിട്ട് ഒന്നുകൂടെ ട്രെയിലർ കണ്ടപ്പോഴേക്കും ഇതൊക്കെ അതിനകത്തുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നൽ വരും. ട്രെയിലർ കണ്ടെന്നും പറഞ്ഞൊരു സ്പോയിലർ ആവുമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സിനിമയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ ഹോൾട്ടിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു കടയുണ്ടായിരുന്നു, ചായ ഗ്രില്ലെന്നാണ് തോന്നുന്നു പേര്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടുന്ന് ചിക്കൻ ബണ്ണും പിന്നെ ഒരു ചായയും വാങ്ങിച്ച് കുടിച്ചു. ചായ എനിക്കറിയാം, എൻ്റെ കസിനാണ്. ആൻഡ് അതൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ആൻഡ് തിരിച്ച് വീട്ടിലേക്ക് ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി ഈ സിനിമയുടെ ഡിസ്കഷൻ തന്നെ ആയിരുന്നു. വീട്ടിലെത്തിയിട്ടാണെങ്കിലും കസിൻസ് അമ്മയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും സിനിമയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും നിങ്ങൾ കാണണോ വേണ്ടയോ എന്ന്